തമിഴക വെട്രിക്കഴകം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും ചർച്ചകൾക്കും വാർത്തകൾക്കും ഒക്കെ ശേഷം തളപതി വിജയ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന്, അതായത് ഫെബ്രുവരി 2, 2024 നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ, ട്വിറ്ററിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ ആയിരുന്നു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടിയിട്ട് തമിഴ് ജനത വലിയ ആവേശത്തിലാണ്. തമിഴ് ജനത മാത്രമല്ല, നമ്മൾ മലയാളികളല്ല. കാരണം നമുക്ക് അറിയാം ഇവിടെ തളപതിക്കുള്ള ഫാൻസിന്റെ പവർ എത്രയാണെന്നല്ലേ. അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ അറിയാം, 2023 ജൂൺ മാസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് എന്നും പറഞ്ഞായിരുന്നു ഞാൻ ആ വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. കാരണം ആ മാസം തന്നെയാണ് ചെന്നൈയിലെ വലിയൊരു കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4000-ലധികം ആൾക്കാർ അതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അവാർഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ജില്ലാ അടിസ്ഥാനത്തിൽ, താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെയാണ്. പക്ഷേ വിജയ് ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ട് 10ലും +2ലും ഒക്കെ പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 234 നിയോജക മണ്ഡലങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും കുട്ടികൾക്ക് അദ്ദേഹം അവിടെ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 13 മണിക്കൂറോളം അദ്ദേഹം ഡയറക്റ്റ് ആ വേദിയിൽ ഇരുന്ന് ഒരിടത്തും പോകാതെ പങ്കെടുക്കാനുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ വോട്ടിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാവോ, ഇവിടെ പലരും പൈസ കൊടുത്തിട്ടാണ് വോട്ട് ചെയ്യിക്കുന്നത്. ഉദാഹരണം, ഒരു മണ്ഡലത്തിൽ 1.5 ലക്ഷം പേരുണ്ടെന്ന് വയ്ക്കുക. 1.5 ലക്ഷം പേർക്ക് 1000 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാക്കേണ്ടി വരുന്നത് 15 കോടിയാണ്. 15 കോടി ഇതിന് മാത്രം ചെലവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ സമ്പാദിച്ചിട്ടുള്ളത് അതിനേക്കാളും എത്രത്തോളം കോടിക്കണക്കിന് രൂപയായിരിക്കും. നിങ്ങൾ പൈസ മേടിച്ചിട്ട് വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം കണ്ണിൽ സ്വയമായിട്ട് കുത്തുന്നത് പോലെയാണ്. നിങ്ങളാണ് നാളത്തെ ഭാവി തലമുറ തുടങ്ങി ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള മൂർച്ചയേറിയ വാക്കുകൾ അതിൻ്റെ അകത്ത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് വിജയാണ്. അതുകൊണ്ട് തന്നെ 4000 പേര് മാത്രമല്ല കേൾക്കുന്നത്, ലോകമെമ്പാടും വിജയ് അറിയുന്ന ജനത അത് മൊത്തം വീക്ഷിച്ച് ശ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മലയാളികളടക്കം ഒന്നാലോചിച്ച് നോക്കുക, അവിടെ തമിഴ്നാട്ടിൽ കിടന്നൊരു സംഭവത്തെ പറ്റിയിട്ട് നമ്മളിവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് വിജയുടെ ഒരു പവർ എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടികൾക്കും അറിയാം അല്ലേ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഫാൻസാണ് തളപതി വിജയ്ക്കുള്ളതെന്ന്. എന്തായാലും ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം അദ്ദേഹം ഇന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തല്ലോ പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റിയല്ലേ. പക്ഷേ ഇതിൻ്റെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം തൻ്റെ ആക്ടിങ് കരിയർ നിർത്താൻ പോകുന്നു എന്നൊരു സൂചന കൂടിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ 3 കുറിപ്പുകളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കുറിപ്പുകൾ എന്താ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് തമിഴ്നാട്ടിൽ നിങ്ങൾക്കറിയാം ഒരുപാട് കക്ഷികളുണ്ടല്ലേ, DMK, ADMK, പിന്നെ കമലഹാസൻ്റെ പാർട്ടി, ഒരുപാട് കക്ഷികളുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടി കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ. മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ഈ പാർട്ടിയെ ജയിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമെന്ന് ജനങ്ങൾ ചിന്തിക്കണം. അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയും വേണം അല്ലേ. ഈ 3 കുറിപ്പടികളിലായിട്ട് വളരെ ചുരുക്കി അദ്ദേഹം കാര്യങ്ങൾ അപ് ടു പോയിന്റ് ആയിട്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 ലെറ്റർ പാഡുകൾ നമ്മൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. സംഭവം എഴുതിയിട്ടുള്ളത് തമിഴിലാണ്, പക്ഷേ നമുക്കിന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് എളുപ്പത്തിൽ മാറ്റിയെടുക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ലെറ്റർ പാഡിൻ്റെ ഫോർമാറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ പാർട്ടിയുടെ പേര് തമിഴ്നാട് വെട്രിക്കഴകം എന്നുണ്ട്. അതിൻ്റെ താഴത്ത് ആ ഒരു ഓഫീസിൻ്റെ അഡ്രസ്സാണ്. ഫ്ലാറ്റ് നമ്പർ 275, ചിഷോർ ടൗൺ, 8ാം അവന്യൂ, പനയൂർ, ചെന്നൈ. അതായത് ചെന്നൈയിലെ പനയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ പ്രധാന ആസ്ഥാനം ഉള്ളത്. അതിൻ്റെ തൊട്ട് താഴത്ത് വിജയ് ചെയർമാൻ തമിഴ്നാട് വെട്രിക്കഴകം എന്നുണ്ട്. അതായത് ഈ പാർട്ടിയുടെ ചെയർമാനായിട്ടാണ് വിജയ് അധികാരമേറ്റിരിക്കുന്നത്. ഇനി അതിൻ്റെ വലത്തെ വശത്തായിട്ട് വിജയുടെ ഒരു ഫോട്ടോയും ഉണ്ട്. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ള ഒരു വാക്യമുണ്ട്, പിറപ്പോക്കും എല്ലാ ഉയർക്കും. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും, ഇവിടെ ജനിച്ചതും ജനിക്കാൻ പോകുന്നതുമായിട്ടുള്ള സർവ്വചരാചരങ്ങൾക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഒരു ഫോട്ടോയുടെ താഴത്ത് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴത്ത് എല്ലാ പ്രിയപ്പെട്ട തമിഴ്നാട്ടുകാർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം, ഒരു കോമൺ അഡ്രസ്സിലാണ് എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ പാരഗ്രാഫിൽ അദ്ദേഹം വിജയ് മക്കൾ ഇയക്കത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു ഫാൻസ് സംഘടന എന്ന് പറയാൻ പറ്റത്തില്ല, മറിച്ച് ഒരു സന്നദ്ധ സംഘടന എന്ന് വേണം പറയാനായിട്ട്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ബ്ലഡ് ഡൊണേഷൻ, ക്ലീനിങ്, ഒരുപാട് രോഗികളുടെ വീട് സന്ദർശിക്കുക, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, മറ്റ് ഒരുപാട് പേർക്ക് ദുരിതത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് സഹായങ്ങൾ, പൈസയായിട്ട് സഹായം ചെയ്യുക, മറ്റ് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക, അങ്ങനെ 100 കണക്കിന് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് വിജയ് മക്കൾ ഇയക്കം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്കറിയാം വിജയ് മക്കൾ ഇയക്കം വർഷങ്ങളായിട്ട് ഇതുപോലുള്ള സന്നദ്ധ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ കഴിവിൻ്റെ പരമാവധി. എന്നിരുന്നാലും ഒരു സന്നദ്ധ സംഘടനയ്ക്ക് സമ്പൂർണ്ണ
സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശക്തി നമ്മൾക്ക് ആവശ്യമാണ്. അടുത്ത പാരഗ്രാഫിൽ ഇവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റിയിട്ടാണ് വിലയിരുത്തുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭരണപരമായിട്ടുള്ള കെടുകാര്യസ്ഥതയും കുത്തഴിഞ്ഞ രാഷ്ട്രീയ സംസ്കാരവും ഒരു വശത്ത്, മറുവശത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആൾക്കാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന, അതായത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ടല്ലോ, ആൾക്കാർ ഇതിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്ന എന്താണ്, ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ആൾക്കാരെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുക എന്നൊരു തന്ത്രം വർഷങ്ങളായിട്ട്, അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഇന്നും തുടർന്ന് പോരുകയാണ്. അതിനെപ്പറ്റി കൃത്യമായിട്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് തളപതി വിജയ് അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറി ചിന്തിക്കേണ്ടേ, അഴിമതിരഹിതമായിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള, ജാതിരഹിതമായിട്ടുള്ള, വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷികൾ, ഗവൺമെൻറ്റുകൾ നമുക്ക് ആവശ്യമല്ലേ? തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരുപാട് നാളായിട്ട് ഇത് ആഗ്രഹിക്കുന്നതല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇത് കേവലം തമിഴ്നാട്ടിലെ ജനങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നതാണോ? അല്ല, നമ്മളും ഇങ്ങനെ തന്നെയല്ല ആഗ്രഹിക്കുന്നത്. നല്ലൊരു ഗവൺമെൻറ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അഴിമതിരഹിത ഗവൺമെൻറ്, ബാക്കിയൊക്കെ പോട്ടെ നോക്കി, അഴിമതിരഹിതവും ജനങ്ങളെ ഇത്രത്തോളം ദ്രോഹിക്കുന്ന ഗവൺമെൻറ്റുകളൊക്കെ മാറി വരട്ടെ, പുതിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാകട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാത്ത മലയാളികളുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നീട് പറയുന്നത്, ഇങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷി നിലവിൽ വരുമ്പോഴേക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് തന്നെയായിരിക്കും അത് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ മാത്രമല്ല, തമിഴ്നാടിൻ്റെ സംസ്ഥാന അവകാശങ്ങളെ അടിസ്ഥാനമാക്കി ഈ ഭൂമിയിലെ എല്ലാ ജന്മങ്ങളും, അതായത് ബ്രാക്കറ്റിൽ എല്ലാവരും ജന്മം കൊണ്ട് തുല്യരാണ് എന്ന സമത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടി ആയിരിക്കും നമ്മുടേത് എന്നുള്ളതാണ് വിജയ് പറയുന്നത്. അതായത് ആരും വ്യത്യസ്തരല്ല, എല്ലാവരും തുല്യരാണ്. ഇവിടെ വലിയവനോ ചെറിയവനെന്നോ, ആ ജാതിയിൽപ്പെട്ടവനെന്നോ, ആ മതത്തിൽപ്പെട്ടവനെന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലീഡർ, വലിയ രാഷ്ട്രീയ കക്ഷിയിൽ അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് എന്നോ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. എല്ലാവരും തുല്യരാണ്. സമത്വം ആണ് ഈ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ, അതായത് തമിഴക വെട്രി കഴകത്തിന്റെ അടിസ്ഥാനവും ആധാരവും. പിന്നീട് ഈ ഒരു രാഷ്ട്രീയ കക്ഷിയെ പറ്റിയാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ശേഷം എനിക്ക് പേരും പെരുമയും തന്ന തമിഴ്നാട് മക്കളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് ജനങ്ങളെയും തമിഴ് സമൂഹത്തെയും എനിക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ദീർഘകാല ആഗ്രഹവുമാണ്. അത് വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം, വിജയ് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു സൈക്കിൾ ഔട്ടാണെങ്കിലും, ഈ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ പലയിടത്തും സഹായങ്ങളൊക്കെ എത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തൂത്തുക്കുടിയിൽ ആ ഒരു ഫ്ലഡിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം ഡയറക്റ്റ് പോയിട്ട് അവിടെ സഹായങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സുകളൊക്കെ അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. നമ്മളന്ന് വിജയുടെ സൈക്കിൾ ചവിട്ട് വന്നപ്പോൾ അന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു അവാർഡ് ദാന ചടങ്ങിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെച്ചാൽ മതി. എന്തായാലും ലെറ്റർ പാഡ് നോക്കാം. എനിത് വധക കർമ്മം എന്ന വള്ളുവൻ ഭാഷയാണ്. അതായത് എനിത് വധക കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യുക. ഫോളോ യുവർ മൈൻഡ്, ഫോളോ യുവർ പാഷൻ. മടിച്ചു നിൽക്കാതെ, അമാന്തിച്ച് നിൽക്കാതെ അത് ചെയ്യുക തന്നെ വേണം എന്നുള്ളൊരു വള്ളുവനാടൻ ഭാഷാ ശൈലിയാണ്. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. തമിഴക വെട്രി കഴകം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുകയാണ്. ഇന്ത്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പാർട്ടിയുടെ പേരിൽ ഇന്ന്, അതായത് ഫെബ്രുവരി 2 അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. 2024 ജനുവരി 25, അതായത് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ വെച്ചിട്ട് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗിൽ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങൾ. അതുപോലെ തന്നെ പാർട്ടിയുടെ ഭരണഘടനയും ബൈലോകളും എല്ലാ ജനറൽ കമ്മിറ്റി അംഗങ്ങളും യഥാവിധി അംഗീകരിക്കുകയും ചെയ്തു. അതായത് ഏത് സംഘടനയാണെങ്കിലും, പാർട്ടിയിൽ ഏത് സംഘടനയാണെങ്കിലും അവർക്കൊരു ബൈലോയി കാണുമല്ലോ. ബൈലോയും അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാകും. ഈ സിസ്റ്റത്തെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും അംഗീകരിക്കുകയും ചെയ്തു. അടുത്ത പാരഗ്രാഫിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് 2026 തമിഴ്നാട് നിയമസഭാ ഇലക്ഷനാണ്. അതായത് തമിഴ്നാട് ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷനാണ് ഞങ്ങൾ ആദ്യം മത്സരിക്കാൻ പോകുന്നത്. ഇപ്പോൾ പലരും ചിന്തിച്ചത്, ഇപ്പോൾ ഒരു പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തുന്നത് ഏതാനും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ, അതായത് കേന്ദ്രത്തിലേക്കുള്ള ഇലക്ഷന് വേണ്ടി മത്സരിക്കാനല്ലേ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ മത്സരിക്കുന്നില്ല. ഞങ്ങളുടെ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് 2026 തമിഴ്നാട് നിയമസഭാ ഇലക്ഷനിലേക്കായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. പാർലമെന്റ് ഇലക്ഷന് ശേഷം ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷം തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നയങ്ങൾ, തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി തത്വങ്ങൾ, അതായത് പാർട്ടിയുടെ
മെയിൻ അജണ്ടാസും അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളും ഉണ്ടാകുമല്ലോ, അതിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി അപ്പോഴേ അവതരിപ്പിക്കത്തുള്ളൂ. നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതോടൊപ്പം പാർട്ടിയുടെ തത്വങ്ങൾ, പതാക, ഒരു ഫ്ലാഗ് ഉണ്ടാകും, അതുപോലെ പാർട്ടിയുടെ ചിഹ്നം ഉണ്ടാകും, പിന്നെ പരിപാടികൾ, എന്തൊക്കെ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്, അതിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാകുമല്ലോ, ഒരു കലണ്ടർ ഉണ്ടാകുമല്ലോ. ഇതൊക്കെ ഞങ്ങൾ അപ്പോഴായിരിക്കും സംഘടിപ്പിക്കാൻ പോകുന്നത്. പൊതുപരിപാടികൾക്കൊപ്പം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ യാത്ര അവിടുന്ന് ആരംഭിക്കുന്നതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തകരെ രാഷ്ട്രീയവൽക്കരിച്ച് സംഘടനാപരമായ ഒരുക്കത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനമാണ് ഇടക്കാലയളവിൽ നടക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് പെട്ടെന്ന് മത്സരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു അർത്ഥം ഉണ്ടാകത്തില്ല. അപ്പോൾ വളരെ വീക്ഷണത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രംഗത്ത് വരുന്നത്. അതായത് ഈ 2026 വരെയുള്ള കാലഘട്ടമുണ്ടല്ലോ, 2 വർഷത്തോളമുണ്ട്. ഈ ഒരു 2 വർഷം അവർ വെറുതെ ഇരിക്കാനല്ല പോകുന്നത്, പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളുമായിട്ട് അതിൻ്റെ മെമ്പേഴ്സിനെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അതിനുവേണ്ടി ട്രെയിൻ ചെയ്തെടുത്ത്. അതായത് എന്താണ് ഇവരുടെ ഏറ്റവും വലിയ അജണ്ട? ജനങ്ങളുടെ പ്രശ്നമാണ്, സമത്വമാണ് ഇവരുടെ അടിസ്ഥാനമല്ലേ. ഇതിനെയൊക്കെ പാകപ്പെടുത്തിക്കൊണ്ട് എല്ലാ മെമ്പേഴ്സിനെയും ഈ ഒരു രീതിയിലേക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനാണ് ഞങ്ങൾ 2 വർഷം ചെലവാക്കുക എന്നുള്ളതാണ് വിജയ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഞങ്ങളുടെ പാർട്ടി ജോലിക്ക് ആവശ്യമായിട്ടുള്ള സമയം കണക്കിലെടുത്ത് രജിസ്ട്രേഷന് അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇപ്പോൾ നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു സംശയം, പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഈ ഒരു ഒഫീഷ്യൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം കഴിഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പാർട്ടി പ്രഖ്യാപനം നടത്തുമ്പോഴേക്കും നിലവിൽ മത്സരിക്കുന്നില്ലെങ്കിൽ കൂടിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി, നിലവിൽ മത്സരിക്കുന്ന ഏതെങ്കിലും പാർട്ടിയെ പിന്തുണയ്ക്കും എന്നതാണല്ലേ. അപ്പോൾ വിജയ് പറഞ്ഞിട്ടുള്ളത്, ഈ 2024 പാർലമെന്റ് ഇലക്ഷനിൽ ഞങ്ങൾ ഒരു പാർട്ടിയും പിന്തുണയ്ക്കുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം 2026 തമിഴ്നാട് നിയമസഭാ ഇലക്ഷനാണ്. ഈ ഒരു പാർലമെന്റ് ഇലക്ഷൻ ഞങ്ങൾ മറ്റൊരു രാഷ്ട്രീയ കക്ഷികളെയും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് വിജയ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് ജനറൽ അസംബ്ലിയിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഒക്കെ അവരെല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇത് ജനാധിപത്യപരമായിട്ടാണുള്ള ഒരു പാർട്ടി പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ വിജയുടെ എല്ലാ തീരുമാനങ്ങളില്ല, കമ്മിറ്റി അംഗങ്ങളുടെയും തീരുമാനമാണ് അവിടെ മുന്നാധാരമാക്കിയിട്ട് പോകുന്നത്. അവസാനത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, രാഷ്ട്രീയം എന്നത് എനിക്ക് മറ്റൊരു കരിയർ അല്ല. അതായത് പലരും നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് ചെയ്യുന്നത്, രാഷ്ട്രീയം എന്നുള്ളത് പണം സമ്പാദിക്കാനുള്ള മാർഗമായിട്ട് പലരും കാണുകയാണല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരനെയൊക്കെ നോക്ക്, വെറും ഒന്നുമില്ലാത്തവൻ, ഞാൻ ഒന്നുമില്ലാത്തവൻ കളിയാക്കി പറഞ്ഞതല്ല, പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നിട്ട് ഇന്നെത്തി നിൽക്കുന്നത് കോടാനുകോടീശ്വരനിലേക്കാണ്. യൂസഫ് അലിയുടെ സമ്പാദ്യമൊക്കെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാകും ഒരു പക്ഷേ. എങ്ങനെയാണ് അവർ സമ്പാദിക്കുന്നത്? അഴിമതിയിലൂടെയൊക്കെ തന്നെയാണ്. പക്ഷേ വിജയെ സംബന്ധിച്ച് അത് ആവശ്യമില്ല, അദ്ദേഹത്തിന് പൈസ സമ്പാദിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഒരു 20 തലമുറ കഴിയാനുള്ള പൈസ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന അതാണ്, ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് മറ്റൊരു കരിയറായിട്ടല്ല, ഇതൊരു ഹോബി ആയിട്ടൊന്നുമല്ല, ഇതാണ് എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ ഉള്ളിൽ തട്ടിയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നെനിക്ക് അഗാധമായിട്ട് വർഷങ്ങളായിട്ട് ആഗ്രഹമുണ്ട്. അല്ലാതെ ഇത് വെറും മറ്റൊരു പ്രൊഫഷനോ മറ്റൊരു ഹോബിയോ ടൈം പാസിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇറങ്ങുന്നത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇറങ്ങുന്നത് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടി വളരെ കാലമായിട്ട് താൻ സ്വയം തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് നാളായിട്ട് നമുക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ രാഷ്ട്രീയം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ. അത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം പറഞ്ഞിട്ടുള്ളത്, അതിൽ ഞാൻ പൂർണ്ണമായിട്ടും നിലകൊള്ളും. ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മറ്റൊന്നിലേക്കും കേന്ദ്രീകരിക്കാതെ അതിനുശേഷമാണ് നമ്മളെല്ലാം സങ്കടപ്പെടുത്തുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇനി ഇതാണ് എൻ്റെ ജീവിതം, ഞാൻ ഇതിൽ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് മുഴുകും, പാർട്ടി പ്രവർത്തനങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത്, ഞാനിപ്പോൾ എഗ്രിമെൻ്റ് ചെയ്തിട്ടുള്ള പടങ്ങളുണ്ട്, സിനിമകളുണ്ട്, അത് പൂർത്തിയാക്കാൻ ഞാൻ പ്രതിബദ്ധത ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എഗ്രിമെൻ്റ് ചെയ്തതാണ്. അത് പൂർത്തിയാക്കുന്നതോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ആക്ടിങ് കരിയർ, അഭിനയം അവസാനിപ്പിക്കും എന്നുള്ള തരത്തിലൊരു സൂചനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് വായിക്കാം. ഞാൻ നേരത്തെ എഗ്രിമെന്റ് ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രതിബദ്ധത എനിക്കുണ്ട്, അത് പൂർത്തിയാക്കാൻ പോവുകയാണ്. അത് തമിഴ്നാട്ടിലെ ജനങ്ങളോടുള്ള നന്ദിയുടെ കടപ്പാടായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ജനസേവനത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ മുഴുകി, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആക്ടിംഗ് കരിയർ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് തന്നെയല്ലേ അത് സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇതിലേക്ക് ഇറങ്ങാൻ പോകുക എന്ന് തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്നെ പൂർണ്ണമായും ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു രീതിയിൽ സന്തോഷം, ഒരു രീതിയിൽ ദുഃഖം തന്നെയാണ്. നമുക്ക് തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാകുക. കാരണം ഇദ്ദേഹം എന്ന് പറയുന്നത് പണം ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയമൊന്നുമല്ല. അദ്ദേഹത്തിന് എന്തിനാ പണം? അദ്ദേഹത്തിന് കോടികളില്ലേ കയ്യിൽ. അതുകൊണ്ട് പണമൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമായിരിക്കാം തീർച്ചയായിട്ടും. നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു ഉള്ളിയും തട്ടി പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാവരോടുള്ള പെരുമാറ്റമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം അത് തന്നെയാണ്. വളരെയേറെ മനുഷ്യസ്നേഹമുള്ള ഒരു വ്യക്തിയാണ്, വളരെയേറെ സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയാണ് ദളപതി വിജയ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടത് മനസ്സിലാക്കാം. ഒരുപാട് വർഷങ്ങളായിട്ട് വിജയ് മക്കൾ ഇയക്കം, അദ്ദേഹത്തിൻ്റെ സന്നദ്ധ സംഘടന, ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് സഹായിച്ചു വരുന്നത്. അദ്ദേഹം നേരിട്ട് തന്നെ ഇറങ്ങിയിട്ട് പലതരത്തിലുള്ള
സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദുരിതത്തിൽപ്പെട്ടവർക്ക് ഡയറക്റ്റായിട്ട് ചെന്നിട്ട് ഭക്ഷണ സാധനങ്ങളും ഒക്കെ കൊടുക്കുക, കുട്ടികൾക്ക് അവാർഡ് ഫംഗ്ഷൻ നടത്തുക, അതുപോലെ തന്നെ പരസ്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും കൈക്കൊണ്ടിട്ടുണ്ട് അദ്ദേഹം അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം ആക്ടിങ് കരിയർ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെയേറെ ദുഃഖിപ്പിക്കുന്നതാണ്. കാരണം ഇത് തമിഴ്നാട് ഗവൺമെൻറ്റിലേക്കാണ്. നമ്മളുടെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും മാറാൻ പോകുന്നില്ല. നമ്മൾക്ക് ആ രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്ന് നമ്മളെ ഇവിടുത്തെ ഗവൺമെൻറ് മാറാൻ ഒന്നും പോകുന്നില്ല അല്ലേ. അപ്പോൾ തമിഴ്നാട് ജനതയെ സംബന്ധിച്ച് ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ആ ഒരു ബെനിഫിറ്റ് ഇല്ല. നമ്മൾക്കുള്ളത് വലിയൊരു നഷ്ടമാണ്. അതായത് ഇതിഹാസ ആക്ടറായിട്ടുള്ള വിജയ്, തളപതി വിജയ് ആക്ടിങ് കരിയറിൽ നിന്ന് വിരമിക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മളൊക്കെ എത്ര പടത്തിന് ഫസ്റ്റ് ഷോയ്ക്ക് ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ ഓടും. എന്നെ ഇടിയാണ്. തലേദിവസമൊക്കെ എന്നെ ആഘോഷമാണ്. ലിയോയ്ക്ക് ഇറങ്ങിയപ്പോഴേക്കും തലേദിവസമൊക്കെ DJ പാർട്ടി എന്തോരം തിയേറ്റേഴ്സിനുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് വലിയൊരു സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് ഉള്ളിൽ തട്ടി പറയുന്നത്. കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് തളപതി വിജയ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഈ ഒരു സംഭവത്തിൽ. തമിഴ്നാട് ജനതയെ സംബന്ധിച്ച് അവർക്ക് നേട്ടമുണ്ട്, നമ്മളെ സംബന്ധിച്ച് നേട്ടമില്ല, നഷ്ടം മാത്രം. ഇനി നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം കൊണ്ട് ഒന്നും ആയില്ല. മത്സരിച്ച് വിജയിക്കണമല്ലേ. അധികാരം കിട്ടിയാൽ മാത്രം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്രത്തോളം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ട് മാത്രം ഒന്നും നേടാൻ സാധിക്കില്ല. അപ്പോൾ നിലവിൽ തമിഴ്നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ, പാർട്ടികൾ നിലവിലുണ്ട്. DMK, ADMK, കോൺഗ്രസ്, BJP, നമ്മുടെ കമൽഹാസൻ്റെ പാർട്ടി, അങ്ങനെ ഇത്രത്തോളം പാർട്ടികൾക്കിടയിൽ മറ്റൊരു പാർട്ടി വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആധിപത്യം ഉറപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ? അങ്ങനെ സാധിച്ച ചരിത്രമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഒരുപക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട്, സാധാരണഗതിയിൽ ഞാനിങ്ങനെ അഭിപ്രായം ഇത് പറയാറില്ല, പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇത് അവർക്ക് തന്നെ അധികാരം കിട്ടണം. കാരണം നടൻ വിജയാണ് ഇതിൻ്റെ തലപ്പത്ത് എന്നുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ മാത്രമായിരിക്കും കിട്ടുന്നത്. ഒരു അഴിമതിരഹിത ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. തമിഴ്നാട് നമുക്ക് ഗുണമൊന്നും ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടട്ടെ, നല്ല കാര്യമല്ലേ. അവരൊരുപാട് നാളായിട്ട് പല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പല കാര്യങ്ങളിലൂടെ കാണുന്നതാണ്. അപ്പോൾ അധികാരമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വിജയ് ഇവിടെ ഈ ഒരു ലെറ്റർ പാടി പറഞ്ഞിട്ടുള്ളത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആക്ടേഴ്സ് ടേൺഡ് ഇൻറ്റു പൊളിറ്റീഷ്യൻസിനെ നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട്ടിൽ ഒരുപാട് കാലം മുഖ്യമന്ത്രിയായി ഭരിച്ച ജയലളിത നടിയായിരുന്നു. MGR, അതുപോലെ കരുണാനിധി. പക്ഷേ കരുണാനിധി ഒരു പൊളിറ്റീഷ്യൻ ബൈ ബ്ലഡാണ്, അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ തന്നെയുള്ള രാഷ്ട്രീയം. അതുപോലെ വിജയകാന്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിനങ്ങളിലായിരുന്നു അദ്ദേഹം അന്തരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഖുശ്ബു, കമൽഹാസൻ, ഒരുപാട് ആൾക്കാരുണ്ടല്ലേ തമിഴ്നാട് രാഷ്ട്രീയ സിനിമയിൽ നിന്നും ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന് കൊടികുത്തി വാണ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരൊക്കെ ആയിട്ട് വന്ന് ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിജയുടെ രാഷ്ട്രീയ കക്ഷിക്കും അങ്ങനെ വരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഭരണമാറ്റങ്ങൾ എപ്പോഴും വേണം. ഒരിക്കലും ഒരു പാർട്ടിയെ തന്നെ വീണ്ടും അധികാരത്തിൽ കയറ്റി വിടരുത്. നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയിട്ട് കൈത്തരും ആ ഒരു സംസ്ഥാനം. അത് നമ്മളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഭരണമാറ്റങ്ങൾ ഉണ്ടാകട്ടെ, പുതിയ പരീക്ഷണങ്ങൾ ആവശ്യമാണ് നമുക്കല്ലേ. തീർച്ചയായിട്ടും ഈ കാര്യം നമ്മൾ മലയാളികളും ഓർത്താൽ നന്ന്. നാളെ മറ്റൊരു ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രംഗപ്രവേശനം കേരളത്തിൽ നടത്തട്ടെ, അവർക്ക് അധികാരം കിട്ടട്ടെ എന്നൊക്കെ തന്നെയാണ് ഏതൊരു സാധാരണക്കാരനെ പോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിലവിലെ ഭരണങ്ങൾ കൊണ്ട് നമ്മൾ അത്രത്തോളം പൊറുതിമുട്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നടൻ വിജയുടെ പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുമോ? അവിടെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കും? മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ? തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം വീണ്ടും കാണാൻ സ്പെഷ്യൽ സൈനിങ് ഔട്ട്.